When we begin this series, I had made one statement. I do not know how many of you remember. ഞാൻ ഈ ക്ലാസ്സുകളുടെ പരമ്പര ആരംഭിക്കുമ്പോൾ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രസ്താവന ഞാൻ ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് കരുതുന്നു. What is the topic of our series? നമ്മുടെ ഈ പരമ്പരയുടെ തലക്കെട്ട് എന്താണ്? From faith to great faith. ചെറിയ വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ ലളിതമായ വിശ്വാസത്തിൽ നിന്ന് വലിയ വിശ്വാസത്തിലേക്കുള്ള യാത്ര. Faith on whom? ആരിലുള്ള വിശ്വാസം? ദൈവത്തിലുള്ള വിശ്വാസം. Yeah. When I was starting this introduction session, you may go and refer that and listen in the YouTube. I always think whenever we are in the study or whenever we are in the attaining the knowledge of God, how much it makes me love Him more. നാം ഈ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രസ്താവിച്ചിരുന്ന കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇതിലെ റെക്കോർഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യം കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഓർമ്മ വരുത്തുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ വളരുമ്പോൾ എത്രത്തോളം നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ജീസസ് ക്രൈസ്റ്റ് is not merely a person to be studied. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. But Jesus Christ is a person to be loved. നാം സ്നേഹിക്കേണ്ട ഒരു വ്യക്തിയാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. So my objective for this series was that we may go a step further to love Him more. ഈ വേദ പഠനത്തിന്റെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്റെ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നാം കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് ഇടയായി തീരണം എന്നുള്ളതാണ്. If we are not able to love a step further, then there is no point. നമുക്കൊരു കാര്യത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ മുൻപോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. So today would be the last session where we are going to focus. Thus far we were focusing on home, Canaanite lady, right? നാം ഇപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് ഒരു പ്രത്യേക വ്യക്തിയെ കുറിച്ചാണ്. ഓർമ്മ കാണുമെന്ന് കരുതുന്നു, കനാന്യ സ്ത്രീയെ കുറിച്ച്. We saw her attitude, we saw her psychology. അവളുടെ മനോഭാവവും അവളുടെ മനഃശാസ്ത്രം ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. Today I want to take your attention on the same subject but with a different context. അതേ സബ്ജക്ട്, അതേ വിഷയം തന്നെയാണ്, പക്ഷെ വേറൊരു നിലയിൽ അതിനെ കാണുവാനായിട്ട് ഇന്ന് ഈ സന്ധ്യക്ക് ഞാൻ താല്പര്യപ്പെടുന്നു. Canaanite woman is not the subject now. ഇന്ന് കനാന്യ സ്ത്രീ എന്നുള്ളതല്ല വിഷയം. Rather, Jesus Christ Himself is a subject to be studied. ഇന്ന് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ് നമ്മുടെ പഠനത്തിലെ കേന്ദ്രബിന്ദു. And this is my prayer that as we study about Him, that we may all go a step further to just love Him, embrace Him, hug Him, and as a little babies, they hang on the neck of the father or the mother. Let's try to hang on his shoulder. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരെ എത്രമാത്രം ആശ്ലേഷിക്കുന്നുവോ, സ്നേഹിക്കുന്നുവോ, കെട്ടിപ്പിടിക്കുന്നുവോ, അതേപോലെ നാമും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവനെ ആശ്ലേഷിക്കുകയും അവനോട് കൂട്ടായ്മ പുലർത്തുകയും ചെയ്യണമെന്നുള്ളതാണ് ഈ ക്ലാസ്സിന്റെ ലക്ഷ്യം. Let's again come to the text, Matthew chapter 15. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. Matthew 15 verses 21 and 22. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 21ഉം 22ഉം വാക്യങ്ങൾ വായിക്കാം. So we are going to see the Lord. അവിടെ നമ്മൾ കർത്താവിനെ കാണാനായിട്ട് ശ്രമിക്കുക. We are not going to see anybody else today. വേറെ ആരെയും നമ്മുടെ ദൃഷ്ടിയിൽ നാം കൊണ്ടുവരുന്നില്ല. Jesus Christ alone is the center of our study. നമ്മുടെ പഠനത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. And we are going to see Him in through different directions. പല നിലകളില് പല നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ കർത്താവിനെ ഒന്ന് കാണുവാനായിട്ട് ശ്രമിക്കുകയാണ്. When you study about a person, you study about the person through different angles, right? ഒരു വ്യക്തിയെ നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ പല നിലകളിലും പല വീക്ഷണങ്ങളിലും നമ്മൾ അതിനെ കാണുവാനായിട്ട് ശ്രമിക്കും. If I have a boss, I
will see him, how does he behave with my colleagues. ഞാൻ എന്റെ ബോസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും മറ്റുള്ളവരോട് ഇടപെടുന്നതെന്ന് കൂടെ ഞാൻ ശ്രദ്ധിക്കും. I will see him, how does he handles his peon or drivers or any category for employees. തന്റെ കീഴിലുള്ളതായിരിക്കുന്ന പ്യൂൺമാര് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവരെ ഇവരോടൊക്കെ ഇദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് ഞാൻ I ശ്രദ്ധിക്കാറുണ്ട്. will study about him, how does he handle the pressures. ജോലിയുടേതായിരിക്കുന്ന സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. So through different emotions, through different direction, I will try to study about him and come to a conclusion. How should I be responding to him, or how should I be approaching him? പല സാഹചര്യങ്ങളിൽ പല നിലകളിൽ പലരോടും അദ്ദേഹം ഇടപെടുന്നതിൻ്റെതായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ ഞാൻ അദ്ദേഹത്തോട് ഇടപെടുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ ക്രമീകരിക്കും. But here we are going to study about our Lord. നാം എന്നാൽ ഇന്നിവിടെ ചെയ്യുന്നത് ഇപ്പോൾ പഠിക്കുവാനായിട്ട് പോകുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. And when we study about the Lord, my prayer is that we may, as I said, we may go a step further to just love him. നാം അവനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മുൻപോട്ട് പോയി അവനെ സ്നേഹിക്കുവാൻ തക്കവണ്ണമുള്ള കാരണങ്ങൾ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. English has a very funny words, phrase. ഇംഗ്ലീഷിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന പദപ്രയോഗം വാക്യശകലമുണ്ട്. Particularly the young people in the college life, they all use that phrase. ആ വാക്യശകലങ്ങൾ പലപ്പോഴും കോളേജിൽ പഠിക്കുന്ന കലാലയ ജീവിതത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. I have been falling in love with so and so. ഞാൻ ആരെയെങ്കിലും ഞാൻ പ്രേമിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്നുള്ള പദപ്രയോഗമാണ്. I do not know why does this phrase there in English like falling in love. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ സ്നേഹത്തിൽ വീണുപോയി പ്രേമത്തിൽ വീണുപോയി എന്നാണ് ഉപയോഗിക്കുന്നത്. I feel it, like when you fall, you go embrace the person. അങ്ങനെ നമ്മൾ വീഴുമ്പോൾ അതിന്റെ അർത്ഥം വീഴുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ ആശ്ലേഷിക്കുകയാണ്. I mean, you just embrace, you hug, and you just express your love. നമ്മുടെ സ്നേഹത്തെ നമുക്ക് പ്രദർശിപ്പിക്കുവാൻ കഴിയുന്നത് ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹത്താൽ ആലിംഗനം ചെയ്യുമ്പോഴാണ്. That is how it is, right? അതങ്ങനെയാണല്ലോ അല്ലേ? When my children were small, they used to come running when I used to come from the office. ഞാൻ ഓഫീസിൽ നിന്ന് കടന്നു വരുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ എന്നെ കണ്ട ഉടനെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കാറുണ്ട്. And they will hang on me. എന്റെ ചുമലിൽ അവർ തൂങ്ങി കിടക്കാറുണ്ട്. And that is how they used to express their love. അവരുടെ സ്നേഹത്തെ അവർ ആ രീതിയിലാണ് പ്രദർശിപ്പിക്കുന്നത്. And here I want you all to just have that experience of your Savior in this way. ഈ രീതിയിൽ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ അവന്റെ അടുക്കിലേക്ക് ചെല്ലണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. We'll try to see the response of the Lord with the different views. അങ്ങനെയുള്ള നിലകളിലെ കർത്താവിന്റെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് കാണുവാനായിട്ട് ശ്രമിക്കാം. Verse 22. 22ാമത്തെ വാക്യം. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ What is the response of the Lord? കർത്താവിന്റെ പ്രതികരണം എങ്ങനെയാണ്? Do you like that response? ആ വാക്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? The response of the Lord? കർത്താവിന്റെ ആ പ്രതികരണം എങ്ങനെയാണ്? How do we feel? I mean, do we really like it? If somebody is silent on a request? നമ്മൾ എന്തെങ്കിലും കാര്യം അപേക്ഷിക്കുമ്പോൾ മൗനമായിരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുമോ? No, we don't like. നമുക്ക് ഇഷ്ടപ്പെടില്ല. When we don't like and we start thinking, accumulating our, we start working with a different way in our brains. നമ്മൾ ശാന്തമായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുമ്പോൾ പല നിലകളിൽ നമ്മുടെ ബുദ്ധിയിൽ ചില കാര്യങ്ങളൊക്കെ വ്യാപരിക്കാനായിട്ട് തുടങ്ങും. And as a couple, we start recalling all our memories from 1920 or 47 till today, right? 1947 അല്ലെങ്കിൽ 1920 അത് പഴയ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. That day she had behaved me. Oh, that day he had behaved with this. അന്ന് ആ ദിവസം ഈ രീതിയിൽ എന്നോട് പ്രതികരിച്ചു, എന്നോട് ഇങ്ങനെ കാര്യം ചെയ്തു എന്നുള്ളത് അദ്ദേഹം ചെയ്തു അല്ലെങ്കിൽ അവൾ ചെയ്തു എന്നുള്ളതൊക്കെ ഓർമ്മയിലേക്ക് വരും. And that is how we start then
coming to a conclusion. അങ്ങനെയാണ് നമ്മളൊരു നിരൂപണത്തിലേക്ക് എത്തിച്ചേരുന്നത്. But Lord is not like that. കർത്താവ് അങ്ങനെയല്ല. Silence of the Lord is never an absence from the situation. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേകമായിരിക്കുന്ന പദ്ധതി അല്ല ഈ ശാന്തത, കർത്താവിന്റെ മൗനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. Silence is never no to the situation. അവന്റെ മൗനം എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിന് നേരെ നോക്കിയിട്ട് അത് ഇല്ല അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്നതല്ല. He is there. അവൻ അവിടെ ഉണ്ട്. He is just watching your response. നമ്മുടെ പ്രതികരണം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നവനാണ്. He is just silently observing you how far you can go. നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്നുള്ളത് അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. And then he wants to intervene in his way. എന്നിട്ട് അവന്റേതായിരിക്കുന്ന വഴിയിൽ അതിൽ ഇടപെടുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. You know, David had the similar problem. ദാവീദിന് ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു. Psalms 13. 30-ാം സങ്കീർത്തനം. No, 1:3. Psalms 13, 1:3. 13-ാം സങ്കീർത്തനം. Can you read verse 1? Psalms 13. ഒന്നാമത്തെ വാക്യം വായിക്കാമോ? What does David say about this? യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? How long you'll be silent? How long you'll keep your face away from me? അതെ കർത്താവേ, നീ എത്രത്തോളം, യഹോവേ നീ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം എത്രത്തോളം നീ മറയ്ക്കും? You know, we were singing a beautiful song. Tirumugham onnu. What? Manuvela. മനോഹരനെ. Tirumugham. ഞാൻ ആനന്ദിക്കും. When do I rejoice in his glory? When he shows his face, right? Or when I behold his face. അവനിലെ നമ്മൾ എപ്പോഴാണ് നമ്മൾ ആനന്ദിക്കുന്നത്? അവന്റെ മുഖത്തെ നാം ദർശിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. Whenever we look at him, whenever he responds in whatever way, I mean that intimacy. അവൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എന്നോടുള്ള അടുപ്പം അവൻ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് മനസ്സിലാകുമ്പോഴാണ്. That silence is, you know, I mean, when you are in deep love, you don't have to keep talking. നമ്മൾ വളരെ സ്നേഹത്തോടിരിക്കുമ്പോൾ അധികം സംസാരിക്കണമെന്നില്ല. I mean, that expression itself is sufficient. ആ ഒരു വികാര പ്രകടനം അല്ലെങ്കിൽ മുഖത്തെ പ്രകടനം മതിയാവും. That is what the relationship David had. അതാണ് ദാവീദിന് ഉണ്ടായിരുന്ന ബന്ധം കർത്താവുമായിട്ട്. That he used to consistently look at the Lord and his face. കർത്താവിന്റെ മുഖത്തെ അല്ലെങ്കിൽ അവൻ എപ്പോഴും യഹോവയുടെ മുഖത്തെ ദർശിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. And then he always used to interact with the glory of the Lord. അവന്റെ മഹിമയുമായിട്ട് പ്രതികരിച്ചു കൊണ്ടേയിരുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. I mean, then at one point he comes and he says, Lord, you're not listening me. You are not giving me your face. എന്നാൽ ഒരു പ്രത്യേക സമയത്ത് അവൻ വന്ന് പറയുകയാണ്, ദാവീദ് പറയുകയാണ്, നീ എന്നെ മറന്നുകൊണ്ടിരിക്കുകയാണോ? And when you read the following, I mean, you read the last two verses. 13. Chapter 13, I mean, Psalms 13, last two verses. അവസാനത്തെ രണ്ട് വാക്യങ്ങൾ 13-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 13-ന്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങൾ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. Yes. അതെ. Where can I go, Lord? എനിക്ക് എവിടെ പോകാൻ കഴിയും യഹോവേ? I rejoice in your grace, in your love, in your mercy. നിന്റെ ദയവിൽ, നിന്റെ കൃപയിൽ, നിന്റെ ആ കരുണയിൽ ഞാൻ സന്തോഷിക്കുകയാണ്. I'll be singing, you know, in Malayalam we have that. I'll be singing the Moli Paata for you. അതുകൊണ്ട് ഞാൻ മൊളിപ്പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. I'll be enjoying with you. ഞാൻ നിന്നിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. That is a relationship my beloved David had. അങ്ങനെയുള്ളൊരു ബന്ധമാണ് ദാവീദിന്റെ കർത്താവുമായിട്ടുണ്ടായിരുന്നത്. And that is what Lord is expecting from you and me. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും കർത്താവ് പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്നത് ഈ ബന്ധമാണ്. And when he's not responding to your prayer, to your supplications, it's not that he's away from you. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒരുപക്ഷെ അവൻ പ്രതികരിക്കാതിരിക്കുമ്പോൾ, മൗനമായിട്ടിരിക്കുമ്പോൾ, അതിനർത്ഥം അവൻ നിങ്ങളെ വിട്ടുപോയി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതല്ല. No, not at all. He is silently watching you. നിങ്ങളെ വളരെ നിശബ്ദമായിട്ട് അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. And he is watching you that how do you respond? നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ്.
What a Lord we have, right? നമുക്ക് അങ്ങനെയുള്ള ഒരു കർത്താവാണ് നമുക്കുള്ളത്. He's not that he's silent, therefore he's away from us. അവൻ നിശബ്ദനായിരിക്കുന്നത് കൊണ്ട്, പ്രതികരിക്കാതിരിക്കുന്നതുകൊണ്ട് അവൻ നമ്മളിൽ നിന്ന് അകലെയാണ് എന്ന് വിചാരിക്കരുത്. He's listening you. നമ്മുടെ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാണ്. He's just, longing for your response. നിങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടി ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരു കർത്താവ്. How long you go deep and deep and deep in his love. അവനിലുള്ള സ്നേഹത്തിന്റെ അടുപ്പത്തിൽ നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് അവൻ നോക്കിക്കൊണ്ടിരിക്കുക. He's not responding. That does not mean that he's not longing for you. നിങ്ങളെ വേണമെന്നുള്ള മറന്നിട്ട്, നിങ്ങൾ വേണമെന്നുള്ള കാര്യം മറന്നിട്ട് നിശബ്ദനായിട്ടിരിക്കുകയല്ല അവൻ. But he's watching you, how long, how deep you have your love for him. നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അവന് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And you will be able to understand the response of the silence of the Lord when you reach the fag end of this study. നമ്മുടെ ഈ പഠനത്തിന്റെ അവസാന ഭാഗങ്ങളിൽ എത്തുമ്പോൾ കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And now go further. Second part. രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് തിരിയാം. The first is silence of the Lord. ആദ്യം നമ്മൾ കണ്ടത് അവന്റെ മൗനമാണ്, ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. Second, രണ്ടാമതായിട്ട് the response in the chaos. ഈ പ്രശ്നങ്ങളുടെ മധ്യയിൽ കർത്താവ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? There have been so much of noises. അവിടെ വളരെയധികം ശബ്ദ കോലാഹലമുണ്ട്. This woman is coming and she's screaming, yelling at the Lord. ഈ കനാന്യ സ്ത്രീ വന്നിട്ട് കർത്താവിന് മുമ്പിൽ നിലവിളിക്കുന്ന ഒരു ശബ്ദമുണ്ട്. And there have been so many confusions. Disciples are just pushing her away from the Lord. അവിടെ ശിഷ്യന്മാർ കടന്നു വന്നിട്ട് അവളെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. So many noises, chaos going all through. അവിടെ പല ശബ്ദവും പ്രയാസങ്ങളും ഒക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. And then comes the disciples, they say, God, Lord, kick her out from this situation. ശിഷ്യന്മാർ വന്ന് പറയാ, കർത്താവിനോട് നീ അവളെ പുറത്താക്കുക. Total chaos. അവിടെ വളരെയധികം പ്രശ്നങ്ങൾ. What is the response of the Lord? അപ്പോൾ കർത്താവിന്റെ പ്രതികരണം എന്താണ്? Do you find Lord responding to her? കർത്താവ് അവൾക്ക് നേരെ പ്രതികരണവുമായി വരുന്നുണ്ടോ? Yes, Lord makes a statement. കർത്താവെ നീ ഒരു കാര്യം പ്രസ്താവിച്ചാൽ നന്നായിരിക്കും. No, Lord is making one statement here. കർത്താവ് അവിടെ ഒരു വലിയൊരു പ്രസ്താവന ചെയ്യുകയാണ്. That I have not come for the Gentiles, but I have come for the lost sheep of the Israel. ഞാൻ ഈ പുറജാതികൾക്ക് വേണ്ടിയല്ല, ഇസ്രായേലിൽ നിന്ന് കാണാതെ പോയ ആടുകളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്ന ആളാ കർത്താവ് പറഞ്ഞത്. The response in the chaos of the Lord. ആ പ്രശ്നങ്ങളുടെ മധ്യയില് കർത്താവിന്റെ പ്രതികരണം നോക്കുക. Lord is ready to hear you even in the chaos. അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ മധ്യയും കർത്താവ് നിങ്ങളെ ശ്രദ്ധിക്കുവാനായിട്ട് മനസ്സുള്ളവനാണ്. I remember my Abigail was very small, I think 2-3-year-old. പ്രിയ സഹോദരന്റെ മകൾ അബിഗേൽ 2-3 വയസ്സുള്ളപ്പോൾ we were in Dehradun and we came in Kerala for a wedding. ഡെറാഡൂണിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു വിവാഹ ആവശ്യത്തിന് വേണ്ടി കടന്നു വന്നു. So you have a wedding, particularly we have our brother and mate weddings where the songs will be of the 50,000 watts, right? നമ്മൾ വിവാഹത്തിനൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ പാടുന്ന പാട്ടുകളൊക്കെയും 50,000 വാട്ടിന്റെ ശബ്ദത്തിൽ കൂടി ആയിരിക്കും. It would be inside a closed air conditioned room. അടച്ചിട്ടിരിക്കുന്ന ഒരു ശീതീകരിച്ച റൂമിലായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. If you don't have heartbeat also, there will be a heartbeat because of the speakers. ആ സ്പീക്കറിന്റെ ശബ്ദത്തിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ശബ്ദങ്ങൾ നിങ്ങൾക്ക് ഹൃദയം മിടിക്കുന്നില്ലെന്നെങ്കിൽ മിടിപ്പിക്കുന്ന രീതിയിലായിരിക്കും അത് വരുന്നത്. And it will all be fine till the wedding is over. അത് ആ വിവാഹം തീരുന്നവരെയും ഈ ശബ്ദ കോലാഹലം ഉണ്ടായിരിക്കും. No, it would all be fine. അതെല്ലാം ഒരു കണക്കിന് നല്ലതായിരിക്കും. The moment the wedding is over, എന്നാൽ ഈ വിവാഹം കഴിഞ്ഞ ഉടനെ the 1,000 people will start speaking all of a sudden. അവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരും സംസാരിക്കാൻ ആരംഭിക്കുമ്പോൾ and there will be 50,000 watt of singers will be singing together. ആ സമയത്ത് 50,000 വാട്ടിന്റെ ശബ്ദത്തോടു കൂടി അനേകർ പാട്ട് പാടിക്കൊണ്ടിരിക്കും. And you cannot listen what is the person next speaking to you. നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ആൾ എന്താണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. I do not know about you, but since I depend on my ears, I am totally confused. ഞാൻ എന്റെ ചെവികളെ പൂർണ്ണമായി ആശ്രയിക്കുന്നതുകൊണ്ട് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് ഈ സമയത്ത് ഉണ്ടാകാറുണ്ട്. Do you feel the same? അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? Total chaos. വലിയ ശബ്ദ കോലാഹലമാണ് അപ്പോൾ.
Person left will be asking something and right will be asking something, and you will be responding to the person before you. ഇടത്ത് നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലും പറയും, വലത് നിൽക്കുന്ന ആൾ എന്തെങ്കിലും പറയും, എന്നിട്ട് നമ്മളത് പ്രതികരിക്കുന്ന മുമ്പിൽ നിൽക്കുന്ന ആളോടായിരിക്കാം. But as a father, എന്നാൽ ഒരു പിതാവ് എന്നുള്ള നിലയില് that particular day I experienced one amazing feeling. അങ്ങനെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു മനോഭാവത്തിൽ കൂടി ഞാൻ അന്ന് കടന്നുപോയി. I was holding my Abigail in my palm. ഈ കുഞ്ഞിന്റെ മോളെ അബിഗേലിനെ എന്റെ കയ്യിൽ ഞാൻ പിടിച്ചിരിക്കുകയാണ്. She was not able to communicate something which she wanted. അവൾക്ക് പറയാനുള്ള ഏതോ ഒരു കാര്യം എന്നോട് പറയുവാനായിട്ട് കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. And she understood that I have to hear. എന്നാൽ പിതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഇത് കേൾക്കണം എന്നുള്ളത് അവർക്ക് ആഗ്രഹമുണ്ട്. So she came near to my ear and she is telling me, Appa, Dad, I want so and so. എന്നാൽ എന്റെ ചെവിയുടെ അടുത്തേക്ക് കടന്നു വന്ന അപ്പ എനിക്കിത് വേണമെന്ന് ഒരു പ്രത്യേക കാര്യം അവൾ ആവശ്യപ്പെടുന്നു. I was 100% sure amongst those chaos to hear her. ഈ കോലാഹലങ്ങളുടെയൊക്കെ മധ്യയിൽ ഇത് 100% ഇത് കേൾക്കാൻ കഴിയില്ല എന്നുള്ളത് എനിക്കറിയാം. But I was able to hear it. എന്നാൽ ഞാനത് കേട്ടു. Why? എന്തുകൊണ്ട്? Because it was the desire of my daughter. അത് കാരണം എന്റെ മകളുടെ ആഗ്രഹമായതുകൊണ്ടാണത്. Are you able to follow me? ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. Among any chaos we are able to listen our babies. ഏതൊക്കെ കോലാഹലങ്ങളുടെ മധ്യയിലും എന്റെ മകളുടെ അല്ലെങ്കിൽ നമ്മുടെ മകളുടെ കുഞ്ഞുങ്ങളുടെ ശബ്ദം നമ്മൾ കേൾക്കുവാനായിട്ട് കഴിയും. And particularly the cry of our children. അത് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ എവിടെ നിന്നാലും നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. Why? എന്തുകൊണ്ട്? We connect with the sound. നമ്മൾ ആ ശബ്ദവുമായിട്ട് നമ്മൾ ശബ്ദത്തിൽ മുഖാന്തരം നമ്മൾ ആ കുഞ്ഞുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. We are able to connect with the expression of that cry. ആ കരച്ചിലിന്റെ ആ ശബ്ദത്തില് അതിന്റെ മനോഭാവത്തില് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. Here is the Lord among all this chaos happening where disciples are kicking her away from the situation, still he is able to respond to the woman. ആ കനാന്യ സ്ത്രീ അവിടെ നിന്ന് പുറത്താക്കുവാനായിട്ട് ശിഷ്യന്മാരെല്ലാം ശ്രമിക്കുന്നതിന്റെയും എല്ലാ കോലാഹലത്തിന്റെയും മധ്യേ ആ പ്രശ്നങ്ങളുടെ മധ്യേയും കർത്താവ് അവളുടെ ശബ്ദത്തെ കേൾക്കുവാനായിട്ട് ഇടയായി. Are you able to follow me? ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. Lord was going to Jairus' home. യായിറോസിന്റെ ഭവനത്തിലേക്ക് കർത്താവ് പോകുമ്പോൾ, I'm not taking that portion, you go and read. He was with a lot of huge multitude together to go to the Jairus' home to raise his daughter. അവിടെ അനേകരുടെ അകമ്പടിയോടെ, പുരുഷാരത്തിന്റെ അകമ്പടിയോടെയാണ് കർത്താവ് അവിടെ യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകാൻ തുടങ്ങുന്നത്. Jairus comes and falls before the Lord and says, Lord, my daughter is dying, please come and heal her. യായിറോസ് തന്റെ കർത്താവിന്റെ മുമ്പിൽ വന്ന് വീണിട്ട് എന്റെ മകളെ ഒന്ന് രക്ഷിക്കണം, അങ്ങോട്ട് വരാനായിട്ട് പറയുകയാണ്. And they all start going. അവരെല്ലാവരും ഒരുമിച്ച് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ, among that multitude, all of a sudden Lord stops and looks back. എന്നാൽ ആ വലിയ കോലാഹലത്തിന്റെ മധ്യേയും കർത്താവ് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുകയാണ്. Why? എന്തുകൊണ്ട്? There is a lady who was having a bleeding problem for over 12 years. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഇതാ അവന്റെ പുറകിൽ നിൽക്കുകയാണ്. And she touched the corner of the cloth. അവന്റെ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. And Lord was able to realize her. അത് മനസ്സിലാക്കാൻ കർത്താവിന് കഴിഞ്ഞു. My beloved, this is the Lord we have. ഇങ്ങനെയുള്ള ഒരു കർത്താവാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ. That he is even able to hear you, understand you, know your desire, your expression among all the chaos of the world. ഈ ലോകത്തിന്റെ എല്ലാ ശബ്ദകോലാഹലങ്ങളുടെയും മധ്യേ നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ അപേക്ഷകളും ഒക്കെ കേൾക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു കർത്താവ്. Why? എന്തുകൊണ്ട്? He loves you. നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്. He cares you. അവൻ നിങ്ങളെ കരുതുന്നത് കൊണ്ട്. He is interested in you. അവൻ നിങ്ങളെ താല്പര്യം കാണിക്കുന്നത് കൊണ്ട്. The only thing he deserves from us is that we may cry out for him. അവൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് ആവശ്യങ്ങളെ കരഞ്ഞപേക്ഷിക്കുക എന്നുള്ളതാണ്. Long for him. അവന് വേണ്ടി നോക്കി ആഗ്രഹത്തോടെ ഇരിക്കുക. Just long for him. അവന് വേണ്ടി ആകാംക്ഷയോടെ ഇരിക്കുക. As children they wait for their father and mother to come home. ആ കുഞ്ഞുങ്ങള് മാതാപിതാക്കന്മാർ വീട്ടിലേക്ക് വരുവാനായിട്ട് എത്ര ആകാംക്ഷയോടെ ഇരിക്കുന്നുവോ, that is how he's just longing. അത്രത്തോളം അതങ്ങനെ ദീർഘക്ഷമയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. That we may depend on him. എല്ലാം അവനിൽ ആശ്രയിക്കുന്ന that we may depend on him, we may cry out for him. നാം അപേക്ഷിക്കുന്നത് മുഴുവൻ അവനിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. So attitude of silence of the Lord. കർത്താവിന്റെ മൗനം നമ്മൾ കാണുമ്പോൾ, second response in chaos. അത് കോലാഹലത്തിന് മധ്യേ കർത്താവിന്റെ പ്രതികരണം.
Third, മൂന്നാമതായി what is the response? എന്താണ് അവന്റെ പ്രതികരണം? He says, I have come for the lost sheep. ഞാൻ നഷ്ടപ്പെട്ടു പോയതിനു വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. Did he say that I have not come for you? നിനക്ക് വേണ്ടി വന്നില്ല എന്നുള്ളത് അവൻ പറഞ്ഞോ? No. I mean, are you confused? മനസ്സിലാവുന്നുണ്ടല്ലോ? So is he saying no? No. ഇൻഡയറക്റ്റ് വേ ആണെങ്കിൽ അവന് നോ എന്നാണോ അല്ലെ പറഞ്ഞത്? ഇല്ല എന്നുള്ളതാണോ എന്റെ പ്രതികരണം? No. അല്ല. No, I am not going to give you. No, it's not the way he responded. അവൻ പ്രതികരിച്ചത് ആ രീതിയിലല്ല. But what he said was, എന്താണ് അവൻ പറഞ്ഞതിന്റെ അർത്ഥം? he made a statement of his mission. അവന്റെ മിഷന്റെ ഒരു വലിയ പ്രസ്താവന അതെന്താണെന്നുള്ളത് അവൻ പറയുക. That I have come for the lost sheep. നഷ്ടപ്പെട്ടു പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. I have come for the lost sheep of Israel. ആ ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു പോയതിനെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. Okay, we'll read Romans 1. റോമാലേഖനം 1-ാം അധ്യായം. It will be more clear. Romans 1. റോമാലേഖനം 1-ാം അധ്യായം Verses 16 and 17. Paul puts it beautifully. 16-17 വാക്യങ്ങൾ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അതെ. First for whom? ആദ്യം ആർക്കാണ്? Come on. ആർക്കാ? Jewish. യഹൂദന്മാർ. First for them, but are we left back? എന്നാൽ അതിന്റെ അർത്ഥം അവരെ നമ്മളെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണോ? No. അല്ല. We are also there in his plan. അവന്റെ പദ്ധതിയിൽ നമ്മളും ഉൾപ്പെട്ടിരിക്കുന്നു. We are also there in his thought. അവന്റെ ചിന്തയിൽ നമ്മളും എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നു. Yes, he chose the Israel so that he can make this covenant community exceptional, different in the world. ആ ലോകത്തില് ഒരു പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തില് പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജനമായി യഹൂദന്മാരെ അവൻ തെരഞ്ഞെടുത്തു. But through them he wanted to go to the Gentiles. അവർ വഴിയായിട്ട് ജാതികളുടെ ഇടയിലേക്ക് പോകാനാണ് അവൻ ആഗ്രഹിച്ചത്. Reaching to Gentiles was not an accident. പ്രജാതികളെ കർത്താവ് സന്ധിക്കുന്നത് അത് ഒരു യാദൃച്ഛികമായി നടന്നൊരു കാര്യമല്ല. He is basically interested in the Gentiles. പ്രജാതികളെ കുറിച്ചും താല്പര്യമുള്ളവനാണ് കർത്താവ്. But he wanted to work through Israel to the Gentiles. എന്നാൽ യഹൂദന്മാർ വഴിയായിട്ട് അവരെ സമീപിക്കുവാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. That is what we read in John chapter 4, right? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നമ്മൾ അതാണല്ലോ വായിക്കുന്നത്. We see the entire chapter dedicated to a lady, Samaritan lady. ഒരു സമരിയ സ്ത്രീക്ക് വേണ്ടി എഴുതപ്പെട്ടതായിരിക്കുന്ന ഒരു അധ്യായമാണത്. And Lord is teaching something absolutely profound in his teaching there to the lady. അവിടെ ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആ വലിയ പദ്ധതി അവിടെ വെളിപ്പെടുത്തുകയാണ്. I mean, you read the chapter 4 and you will find the gem of lessons there. 4-ാം അധ്യായം, യോഹന്നാൻ 4-ാം അധ്യായം നിങ്ങൾ വായിച്ചു പഠിക്കുകയാണെങ്കിൽ അനേക രത്നങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നിക്ഷേപങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് കഴിയും. Even he is again, here is a Canaanite woman, he is commenting about her faith in chapter 15 of Matthew. മത്തായി 15-ാം അധ്യായത്തിൽ അവിടെ ആ കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ കുറിച്ച് അവിടെ പറയുകയാണ്. She is also Gentile. അവളും പ്രജാതിയാണ്. There is another one, centurion, in chapter 8 of Matthew. മത്തായി 8-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് ശതാധിപനെ കാണാൻ കഴിയും. He is also Gentile. About him he is telling to the entire Israelite that I have not seen faith like him in the entire Israel. ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഇസ്രായേലിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയത്തക്കവണ്ണം അവനൊരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. He was also Gentile. അവനൊരു പ്രജാതിയായിരുന്നു. My beloved, he worked not only among the Israelites but also among the Gentiles. അവൻ ഇസ്രായേൽ ജാതികളുടെ മധ്യ മാത്രമല്ല മറ്റു പ്രജാതികളുടെ ഇടയിലേയും കർത്താവ് ഇറങ്ങിച്ചെന്നു. Yes, he came to the Israelites. അവൻ ഇസ്രായേലിന് വേണ്ടിയാണ് വന്നത്. He wanted to work for the Israelites. അവർ ഇസ്രായേലിയരുടെ മുമ്പിൽ, യഹൂദന്മാരുടെ മുമ്പിൽ അവൻ പ്രവർത്തിച്ചു. Because they were the covenant community. കാരണം വാഗ്ദത്തത്തിന്റെ അവകാശികൾ അവരാണ്. And through him he wanted to fulfill all the prophecy. അവർ വഴിയായിട്ട് എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറ്റുവാൻ ദൈവം ആഗ്രഹിച്ചു. But through them he also wanted to show to the world.
അവർ വഴിയായിട്ട് ഈ ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ലോകം മുഴുവൻ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിച്ചു. So Lord is making a profound statement, mission statement about his coming. അവന്റെ വരവിന്റെ ആ ഉദ്ദേശ ലക്ഷ്യത്തെ കുറിച്ച് ഉള്ളൊരു വലിയ പ്രസ്താവന നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. And he's telling to the Canaanite woman that I have come for the lost sheep of the Israelites. കനാന്യ സ്ത്രീയോട് കർത്താവ് പറയുന്നത്, നോക്കുക, ഞാൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനു വേണ്ടിയിട്ടാണ്. Do you find anywhere else Lord telling this statement? ഇത് വേറെ എവിടെയെങ്കിലും കർത്താവ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? A profound, straightforward statement of his mission. അവന്റെ വരവിന്റെ ലക്ഷ്യത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അത്യധികം ഖനകരമായിരിക്കുന്ന ഒരു പ്രസ്താവന. He has not told anywhere. അത് വേറെ ഒരിടത്തും അവൻ പറഞ്ഞിട്ടില്ല. But here is a place where Lord is specifically uttering it. അത് ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രം കർത്താവ് വളരെ വ്യക്തമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് He പറയുക. has told in a different ways. അവൻ പല നിലകളിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. But in this fashion he has not told. എന്നാൽ ഈ രീതിയിൽ ഈ നിലയിൽ അവൻ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. Why? എന്തുകൊണ്ട്? Because there was a purpose which he wanted to show to the woman. ഈ സ്ത്രീയുടെ ഈ ചോദ്യത്തിന് മുമ്പിൽ വലിയൊരു കാര്യം അവിടെ പ്രസ്താവിക്കാൻ വേണ്ടി, ആ ലക്ഷ്യം എന്താണെന്ന്, ഉദ്ദേശം എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് അവനത് ഉപയോഗിച്ചത്. He was silent. അവൻ ആദ്യം മൗനമായിരുന്നു. Then he started responding in the chaos. അതിനുശേഷം ഈ കോലാഹലത്തിന് മധ്യേ അവൻ പ്രതികരിക്കാൻ ആരംഭിച്ചു. Then he's telling to the woman that don't be discouraged. I have come for the lost sheep, but yes, I am thinking about you too. എന്നാൽ നീ വിഷമിക്കണ്ട, ഞാൻ കടന്നു വന്നത്, ഈ ഭൂമിയിലേക്ക് വന്നത് നഷ്ടപ്പെട്ടു പോയ ഇസ്രായേലിന് വേണ്ടിയാണ് എന്ന് അവൻ പറയുന്നു. He's trying to push her faith a step further and further unto the Lord. അവളുടെ വിശ്വാസത്തെ ഒന്ന് പുഷ്ടിപ്പെടുത്തി, ഒന്ന് മാറ്റി, ഒന്ന് എടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. That is the Lord we have, my beloved. അതെ, നമുക്ക് അങ്ങനെയുള്ള ഒരു കർത്താവാണ്. When you go closer to him, അവനോട് നാം കൂടുതൽ അടുക്കുമ്പോൾ he will make you understand the life purpose in your life, what he wants to do through you. ഞാൻ വഴിയായിട്ട് എന്ത് ചെയ്യാൻ കർത്താവ് ഉദ്ദേശിക്കുന്നുള്ളത് എനിക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് He will കഴിയും. not only expose himself, അവനെ തന്നെ മനസ്സിലാക്കിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്, വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് മാത്രമല്ല, he will also make you understand what he wants in your life. അതാ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത്, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളതും ദൈവം വെളിപ്പെടുത്തും. Are you able to follow me? ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. We are unable to understand the purpose of our life. അവളുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. No, we are not able to understand the purpose of our life. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ The കഴിയാതിരിക്കാം. reason is we are not going close to God to spend more time with him. അവനുമായിട്ട് ചേർന്നുള്ളൊരു ജീവിതം നമ്മൾ പലപ്പോഴും സമയം നമ്മൾ എടുക്കാത്തത് കൊണ്ടാണ്. That is the reason we are not able to understand what he wants in my life. എന്റെ ജീവിതത്തിൽ എന്താണ് വേണ്ടിയെന്നുള്ളത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കാതിരിക്കുന്നതിനുള്ള കാരണം അതാണ്. And then we go left and right to find out the will of God. എന്നിട്ട് നമ്മൾ ഇടതും വലതും പലയിടങ്ങളിലായിട്ട് ദൈവത്തിന്റെ ഹിതം കണ്ടുപിടിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കും. Spend time with the Lord. ദൈവവുമായിട്ട് സമയം ചെലവഴിക്കുക. Keep looking at his face. അവന്റെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിക്കുക. Understand what he wants in your life. എന്റെ ജീവിതത്തിൽ എന്താണ് അവൻ ലക്ഷ്യമാക്കുന്നത് മനസ്സിലാക്കുക. He is interested. He is really interested in your life. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വളരെയധികം താല്പര്യം കർത്താവിനുണ്ട്. And he wants you to be used for his plans. അവന്റെ പദ്ധതികളിൽ നിങ്ങളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് വ്യക്തമായിരിക്കുന്ന ഉദ്ദേശമുണ്ട്. My beloved, be available with him. അവന് വേണ്ടി നിങ്ങളെ തന്നെ കൊടുക്കുക. I'll go further. ഇനി മുൻപോട്ട് പോകാം. So response number one was silence. ആദ്യത്തെ പ്രതികരണം മൗനമായിരുന്നു. Response number two was response in the chaos. കോലാഹലത്തിന് മധ്യേ ഉള്ള ആ പ്രതികരണമാണ് രണ്ടാമത് കണ്ടത്. And third response was uttering statement of mission. മൂന്നാമത്തെ കാര്യം അവന്റെ വരവിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഉള്ള ഒരു പ്രസ്താവനയാണ്. Fourth, നാലാമത്, now the woman comes and what does she do? കനാന്യ സ്ത്രീ അവന്റെ അടുക്കിലേക്ക് വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നോക്കുകയാണ്. What is his response? What does she do and what is his response? അവന്റെ പ്രതികരണം എന്താണ്? അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? She falls. In Mark writes she
falls flat on his face, Ah, on his feet. മർക്കോസിൽ ഇതേ കാര്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ അവിടെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്നാണ്. Matthew writes it, she worships him. മത്തായി പറയുമ്പോൾ അവനെ ആരാധിച്ചു എന്നുള്ളതാണ്. Now tell me, ഇനി പറയുക, had Jesus not been the God himself, would he allow him, would he allow others, anyone to worship him? നമ്മുടെ കർത്താവ് ഈ യേശു ക്രിസ്തു ദൈവമല്ല എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആ കനാന്യ സ്ത്രീ നമസ്കരിക്കുമ്പോൾ അതിന് അനുവാദം കൊടുക്കുമായിരുന്നോ? What do you think? കൊടുക്കുമോ? No. Okay, we'll see this response of the Lord. കർത്താവിന്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ read chapter 12 of John. യോഹന്നാൻ 12-ാം അധ്യായം. Come to verse 3. 3-ാം വാക്യം. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജട മാംസ തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. Okay, so this is what the act Mary does. ഇതാണ് മറിയ ചെയ്ത കാര്യം. She pours all the what do you call fragrance on his feet and washes with her feet with her hair. യേശുവിന്റെ കാലില് ആ തൈലം പൂശി അവന്റെ മുമ്പില് തലമുടി കൊണ്ട് ആ കാൽ നിവർത്തി അവന്റെ മുമ്പിൽ നിൽക്കുകയാണ്. Does Lord say no to her? അത് ചെയ്യേണ്ടെന്ന് കർത്താവ് പറഞ്ഞോ? No. What is Lord saying? എന്താണ് കർത്താവ് പറയുന്നത്? Okay, read in the following verses. അടുത്ത വാക്യം വായിക്കുക. അടുത്ത വാക്യങ്ങൾ 4-5. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ട് പണസഞ്ചി തന്റെ പക്കൽ ആകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. യേശുവോ, അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. What is Lord trying to say? എന്താ കർത്താവ് പറയാൻ ശ്രമിക്കുന്നത്? It's okay, let her keep doing. അവളെ വിടൂ, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. The same way when Magdalene Mary comes and she pours the complete bottle on his hair, Lord says the same thing. ഇതേ അവസ്ഥയിലാണ് ഇവിടെ മഗ്ദലക്കാരത്തി മറിയ ചെയ്യുമ്പോഴും കർത്താവ് പറയുന്നത്. The attitude of worship. അത് ആരാധനയ്ക്ക് തുല്യമായിരിക്കുന്ന ഒന്നാണ്. I mean, whatever you have, just pour out before the Lord. കർത്താവിന് മുമ്പിൽ നിങ്ങൾ എന്ത് നൽകുന്നുവോ അതാണ്. And he is ready to accept it. അത് അവന് സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുക. He is ready to accept it. അവൻ അതിന് തയ്യാറായി നിൽക്കുക. And you know what? അറിയാമോ നിങ്ങൾക്ക് ഒരു കാര്യം? He is all the more happy when you worship in your weaknesses. നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ കർത്താവിനെ ആരാധിക്കുമ്പോൾ അത് കർത്താവിന് ഏറ്റവും പ്രിയമായി തീരുന്നു. Are you able to follow me? അത് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിച്ചാൽ നന്നായിരുന്നു. Okay, we'll read Job chapter 1. Job chapter 1. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം. Read 20 and 21. 20-21 വാക്യങ്ങൾ. What does Job say? എന്താണ് യോബ് പറയുന്നത്? അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തലചരിച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. He worships God when he is in the utmost weakness. അവിടെ ഏറ്റവും ബലഹീനമായിരിക്കുന്ന അവസ്ഥയിൽ യോബ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്ന് നമ്മൾ കാണും. Do you think God was happy? അവിടെ ദൈവം സന്തോഷവാനാണോ? What do you think? എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? You don't understand, right? അത് മനസ്സിലായില്ലേ? മനസ്സിലാക്കാൻ Read ശ്രമിക്കാം. Read chapter 1. Read verse I think 8. 8-ാമത്തെ വാക്യം എന്ന് നോക്കിയാലോ? There is a conversation between God and Satan in the heaven. അവിടെ ദൈവവും യഹോവയും സാത്താനുമായിട്ടുള്ള ഒരു സംസാരം അവിടെ കാണുന്നുണ്ട്. And just see how does this start? അതെങ്ങനെ അവിടെ ആരംഭിക്കുന്നത് നോക്കുക. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിൻ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? I mean, അതെ,
അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. Can you imagine God taking or projecting Job before Satan? സാത്താന്റെ മുമ്പില് യോബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രസ്താവിക്കുകയാണ് യഹോവ. You know, if my son was very fascinated with football. എന്റെ മകൻ, പ്രിയ സഹോദരന്റെ മകൻ ഫുട്ബോളിൽ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. So he had a couple of footballs when he was small. Not small. When he's couple of years back. ചില വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രായത്തില് അവന് ഈ ഫുട്ബോളുകളോട് വലിയ താല്പര്യമാണ്. So anyone comes at home, first thing he will show is, come, I'll show you my footballs. ആരെങ്കിലും അതിഥികൾ വീട്ടിൽ വന്നാൽ ഉടനെ അവരെ കൊണ്ടുപോയി എന്റെ കയ്യിലിരിക്കുന്ന ഫുട്ബോളൊക്കെ ഒന്ന് കാണിക്കും. What does that mean? അതിന്റെ അർത്ഥം എന്താണ്? I'll show you the best of the best thing, what I possess. എനിക്ക് കൈവശമുള്ള എനിക്കുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രദർശിപ്പിക്കുക. You know, God is taking a chance. Look at the confidence of God, where God is projecting Job the ultimate testimony before Satan to be tempted. ഇത് നോക്കുക, സാത്താന്റെ മുമ്പില് യോബിന്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ എടുത്ത് ദൈവം ഇതാ പ്രദർശിപ്പിക്കുകയാണ്. Are you able to follow? ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ? God is ready to take the risk. വലിയൊരു ത്യാഗം, വലിയൊരു വെല്ലുവിളി ദൈവം അവിടെ ഏറ്റെടുക്കുകയാണ്. God is ready to challenge Satan that you do whatever to my son, I will, he's going to stand for me. നീ എന്തൊക്കെ ചെയ്താലും ഞാൻ അവന് വേണ്ടി നിൽക്കുമെന്ന് സാത്താനോട് യഹോവ പറയുകയാണ്. Are you able to follow? ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ? And that was the attitude of this Job was, when everything was taken, he's ready to go and bow before the Lord and worship him. എന്തെല്ലാം നഷ്ടമായാലും ആ സമയത്ത് പോലും യഹോവയുടെ മുമ്പിൽ പോയി അവനെ നമസ്കരിക്കുവാൻ തക്കവണ്ണം യോബിന്റെ മനസ്ഥിതി രൂപപ്പെട്ടിരിക്കുകയാണ്. Read 42, chapter 42 of Job. യോബിന്റെ പുസ്തകത്തിന്റെ chapter 42. 42 അധ്യായം verse 5. 5 വാക്യം. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. Can you imagine the confidence of Job here? യോബിന്റെ ആ വലിയ കോൺഫിഡൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. I had only heard about you, and now I am able to see, oh God. നിന്നെ കുറിച്ച് യഹോവേ, നിന്നെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, എന്നാൽ ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നു. When God is having that, do you think God doesn't know about Job? Yeah, he knows about Job, how much he has a faith on him. യഹോവയിൽ എത്രമാത്രം പ്രത്യാശ ഉണ്ട് യോബിനുണ്ടെന്നുള്ളത് ഈ ദൈവത്തിന് നന്നായി അറിയാം. That is why God says that even he has just heard about me, he depends on me. Thus far, how much more when I see myself or when I expose myself before him. അതുകൊണ്ടാണ് നിന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ പ്രദർശിപ്പിക്കുമ്പോൾ, നിന്റെ മുമ്പിൽ യോബിനെ പ്രദർശിപ്പിക്കുമ്പോൾ എത്രമാത്രം നീ അറിയുന്നു, തമ്മിൽ അറിയുന്നു എന്നുള്ളത് അവിടെ പറയുന്നതിന് കാരണം. This is what is expected of you and me, my beloved. പ്രിയപ്പെട്ടവരെ, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും യഹോവ പ്രതീക്ഷിക്കുന്നത് ഈ കാര്യങ്ങളാണ്. That we go flat before him when we are in the utmost pain. നമ്മൾ വളരെ വേദനയുടെ മധ്യയിലും യഹോവയുടെ മുമ്പില്, കർത്താവിന്റെ മുമ്പിൽ പോയി നമ്മൾ വീഴുക എന്നുള്ളതാണ്. Whatever we have, whatever we don't have, നമുക്കുള്ളതെല്ലാം, നമുക്ക് എന്തെല്ലാം ഇല്ലയോ അതെല്ലാമായിട്ട് go before the Lord and pour your heart. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് മുമ്പിൽ പകരുക. He loves it. അവൻ അത് നമ്മളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ആ കാര്യം He loves it that we worship him. അവനെ ആരാധിക്കുന്ന അവൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. He loves it when we worship him in our weaknesses. നമ്മുടെ ബലഹീനതകളിൽ കൂടി അവനെ ആ സമയത്ത് അവനെ ആരാധിക്കുന്ന അവൻ ഇഷ്ടപ്പെടുന്നു. Just go and tell that, Lord, I still love you. യഹോവേ, ഞാൻ നിന്നെ വീണ്ടും സ്നേഹിക്കുന്നത് അവന്റെ മുമ്പിൽ പോയി ഒന്ന് പറഞ്ഞു നോക്കൂ. Lord is ready to take your worship. കർത്താവ് നിങ്ങളുടെ ആരാധന സ്വീകരിക്കുവാൻ തയ്യാറാണ്. You know, when she come to the chapter 15 again. മത്തായി 15 അധ്യായത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ she comes before the Lord in worship. അവൾ ആരാധനയോടെ കർത്താവിന്റെ മുമ്പിലേക്ക് വരികയാണ്. And she tells, Lord, help me. എന്നെ സഹായിക്കണമേ എന്ന് അവൾ അഭ്യർത്ഥിക്കുകയാണ്. And then, Lord is again, now that brings me to my next point of response. പ്രതികരണങ്ങളിൽ അടുത്ത പ്രതികരണത്തിലേക്ക്, കർത്താവിന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ വീണ്ടും അടുത്തതിലേക്ക് വരികയാണ്. Lord stimulates her faith. അവളുടെ വിശ്വാസത്തെ കർത്താവ് ഒന്നുകൂടെ ഒന്ന് ഉത്സാഹപ്പെടുത്തുകയാണ്, ഉത്തേജിപ്പിക്കുകയാണ്. The ultimate shot of the Lord.
കർത്താവിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം. What is the response? എന്താണ് അവന്റെ നിരൂപണം, അവന്റെ പ്രതികരണം? How can I give the bread of my children to the dogs? ഇതാ ഇവിടെ നായ്ക്കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് അവർക്ക് എങ്ങനെയാണ് ഞാൻ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കും എന്നുള്ളത് അവൻ പ്രസ്താവിക്കും. You know, this is a word, this is not the dog what you see on the street actually. നമ്മള് തെരുവുകളിൽ കാണുന്ന നായയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. This is the Lord which has been used here in Greek is basically the puppies which you put it on your lap. നമ്മുടെ മടിയിൽ വെച്ച് വളർത്തുന്ന ചെറിയ നായ്ക്കുട്ടികളെ കുറിച്ചാണ് അത് ഉദ്ദേശിക്കുന്നത് അവിടെ. Are you able to follow? അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. It is not the street dogs. ഇത് തെരുവിൽ നടക്കുന്ന നായ്ക്കുട്ടികളെ So കുറിച്ചല്ല. she says, yes Lord, you have given me the privilege of that one little dog, but still they eat from the crumbs what has been fallen from the mouth of the babies. എന്നാല് കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് വീഴുന്നതായിരിക്കുന്ന നുറുക്കുകൾ ഭക്ഷിക്കുവാൻ ഈ നായ്ക്കുട്ടികൾ, വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടികൾക്ക് കഴിയുമല്ലോ എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്. He is stimulating her faith. അവളുടെ വിശ്വാസത്തെ കർത്താവ് ഒന്നുകൂടെ ഉദ്ദീപിപ്പിക്കുക. She basically, Lord is shaking her. അവളെ കുലുക്കി അവളെ മനസ്സിലാക്കിപ്പിക്കുക. But she is ready to respond positively. അതിനെ വളരെ നന്നായി പ്രതികരിക്കാൻ അവൾ ആഗ്രഹിച്ചു. Why? എന്തുകൊണ്ട്? So that she can understand about her commitment, her conviction with the Lord. കർത്താവുമായിട്ടുള്ള അവളുടെ ബന്ധത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി. Are you able to follow me? മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. What do you think? Lord did not know her response before? അവളുടെ പ്രതികരണത്തെ കുറിച്ച് കർത്താവിന് മുൻപേ അറിയത്തില്ലയോ? അറിയാമായിരുന്നോ ഇല്ലയോ? അറിയാമായിരുന്നോ? Lord knew. ദൈവത്തിന് അറിയാമായിരുന്നു. Then why did he doing all this circus? എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കർത്താവ് എന്തിനാണ് ചെയ്യുന്നത്? So that she can be commended before others. മറ്റുള്ളവരുടെ മുമ്പിൽ അവളെ വെളിപ്പെടുത്താൻ വേണ്ടിയും പ്രതികരണത്തിന് വേണ്ടിയുമാണ്. She can understand how strong she is having a faith on the Lord. അവളുടെ വിശ്വാസത്തിന്റെ ആഴം എത്രയാണെന്ന് കർത്താവിന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. Even she will understand how deep faith she has. മറ്റുള്ളവർ മാത്രമല്ല, അവൾ പോലും അതിന്റെ ആഴത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. Most of the time, Lord makes us pass through the shadow of the valley of death so that we can experience Him more. മരണത്തിന്റെ താഴ്വരയിൽ കൂടി നാം ചിലപ്പോഴൊക്കെ കടന്നു പോകും. അപ്പോഴായിരിക്കാം നമുക്ക് ദൈവത്തെ കൂടുതൽ ഉയർത്തുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നു. That is why David says, I will not fear. അതാണ് ദാവീദ് പറയുന്നത്, ഞാൻ ഭയപ്പെടുകയില്ല. Even though I walk through the valley of shadow of death, I will not fear. മരണത്തിന്റെ നിഴലുള്ള താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് പറയുന്നതിന് കാരണം അതാണ്. James writes it in his epistle. Blessed are those who go through the trials, various trials, right? പരീക്ഷകളിൽ കൂടി കടന്നു പോകുന്നവർ ഭാഗ്യവാന്മാരെന്ന് യാക്കോബ് പറയുന്നതിന് കാരണവും അതാണ്. That it is not that if they go through the trials, it is when they go through the trials. അവർ കടന്നു പോയാലും എന്നുള്ളതല്ല, കടന്നു പോകുമ്പോൾ. Why? എന്തുകൊണ്ട്? Because Lord is with you. കർത്താവ് നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട്. And Lord is ready to uphold you. നിങ്ങളെ താങ്ങുവാൻ കർത്താവ് ഉള്ളതുകൊണ്ട്. Lord is ready to expose you. നിങ്ങളെ വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നതുകൊണ്ട്. That is what we read. We'll read chapter 14 of Matthew. മത്തായി 14-ാം അധ്യായത്തിന്റെ 29 വാക്യം. Peter walking on the water. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ. What do you think? എന്താ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നത്? Jesus did not know this gentleman is going to sink. ഇവിടെ ഈ വെള്ളത്തിൽ താഴ്ന്നു പോകുമെന്നുള്ളത് കർത്താവിന് അറിയില്ലയോ? He knew. അവനറിയാം. Then why is he calling, come walk on the water? എന്നിട്ട് എന്തിനാണ് പത്രോസിനെ വിളിച്ചിട്ട് ഈ വെള്ളത്തിൽ നടക്കാനായിട്ട് അവനോട് പറയുന്നത്? Why? എന്തുകൊണ്ട്? So that he can experience something more in his life. പത്രോസിന് അവന്റെ ജീവിതത്തില് ഈ ഒരു പ്രത്യേക കാര്യം കൂടെ അനുഭവിക്കുവാൻ അല്ലെങ്കിൽ ആസ്വദിക്കുവാനുള്ള ഒരു രംഗമാണ്. He is walking in untraveled path. അവൻ നടക്കാത്ത വഴിയിൽ കൂടി അവൻ നടക്കുകയാണ്. But he sank. എന്നാൽ അവന് താന്നുപോയി. It's okay. ആയിക്കോട്ടെ. Lord was there to lift him up.
അവിടെ കർത്താവ് അവനെ ഉയർത്തുവാനായിട്ടുണ്ട്. That is how Lord builds my beloved. അങ്ങനെയാണ് കർത്താവ് തന്റെ പ്രിയപ്പെട്ടവരെ അവൻ ഉയർത്തുന്നത്. That is how Lord builds your faith. നിങ്ങളുടെ വിശ്വാസത്തെ കർത്താവ് ഉറപ്പിക്കുന്നത് ഇങ്ങനെയാണ്. When Lord is teaching Peter how to have faith, എങ്ങനെയാണ് വിശ്വാസം ഉണ്ടായിരിക്കുന്നത് പത്രോസിനെ കർത്താവ് പഠിപ്പിക്കുമ്പോൾ, when he is ready to stretch his hand and lift him up and build him up, അവന്റെ കൈകളെ അവനെ പിടിച്ച് അവനെ ഒന്ന് ഉയർത്തി അവന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, after one chapter of the same Matthew writes in chapter 15 about this Canaanite woman, Lord is commenting about the Canaanite woman as about her faith. ഈ അടുത്ത അധ്യായമായിരിക്കുന്ന മത്തായി 15 ഇവിടെ നമ്മളെ കനാന്യ സ്ത്രീയോട് കർത്താവ് എങ്ങനെയാണ് അവരുടെ വിശ്വാസത്തിൽ ഇടപെടുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. He one side building the faith of Peter who was of little faith. അവിടെ അല്പവിശ്വാസിയായിരിക്കുന്ന പത്രോസിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ കർത്താവ് ശ്രമിക്കുമ്പോൾ, there is a Canaanite woman whose faith Lord is commenting as a great faith. ഇവിടെ ഇതാ അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ ഇവിടെ ഇതാ കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ കർത്താവ് വലിയ വിശ്വാസം എന്ന് പറയുകയാണ്. Do you think that Lord has left because you had a little faith or no faith? നിങ്ങൾക്ക് അല്പവിശ്വാസമോ അല്ലെങ്കിൽ വിശ്വാസമില്ലാതിരിക്കുമ്പോൾ കർത്താവ് കൈവിട്ടു എന്നുള്ളതാണോ? No, അല്ല. he is ready. അവൻ തയ്യാറാണ്. He is ready to build you up. അവനെ നിങ്ങളെ ഉയർത്തുവാൻ ശക്തനാണ്. He is ready to hold you. നിങ്ങളെ താങ്ങി നടത്തുവാൻ ശക്തനാണ്. അവൻ ആഗ്രഹിക്കുന്നു. The only thing we as a believer he expects is that we depend on him. അവനിൽ ആശ്രയിക്കണം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം അവൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. My beloved, our Lord is marvelous. നമ്മുടെ കർത്താവ് എത്ര ഉന്നതനാണ്, എത്ര അത്ഭുതവാനാണ്. When he says that he will not leave you, he will not forsake you, he means it. അവൻ നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ ശരിയായ അർത്ഥത്തിലാണ് അവൻ അത് പറയുന്നത്. He never leaves you, never forsakes you. ഒരു നാളും അവൻ നിങ്ങളെ കൈവിടുകയില്ല, നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. He is after you. നിങ്ങളുടെ പുറകെ അവനുണ്ട്, കൂടെ അവനുണ്ട്. He is around you. നിങ്ങളുടെ ചുറ്റും അവനുണ്ട്. And he is ready to build your faith. നിങ്ങളുടെ വിശ്വാസത്തെ പണിത് വർദ്ധിപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Are we ready? നമ്മൾ തയ്യാറാണോ? എന്നാൽ Are we ready for that? അതിന് നമ്മൾ തയ്യാറാണോ? Are we ready to come to this stage of great faith? ഈ വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? Are we ready to go from the faith what we have to the great faith what God wants us to be? നമുക്ക് ഇപ്പോഴുള്ള വിശ്വാസത്തിന് കുറച്ചുകൂടെ ഒന്ന് വർദ്ധിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? He is ready. അവൻ തയ്യാറാണ്. He is ready to give you that faith provided you positively respond to the circumstances what he makes you pass through. ദൈവം നിങ്ങളെ കടത്തിവിടുന്നതായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടി നിങ്ങൾ കടന്നുപോയി അവിടെ പ്രതികരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ മഹത്തായ വിശ്വാസത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്, അവന് താല്പര്യമുള്ളവനാണ്. What a Lord we have. എങ്ങനെയുള്ള കർത്താവാണ് നമുക്കുള്ളത്. What a Lord we have. നമ്മുടെ കർത്താവ് എത്ര ഉന്നതനാണ്. You know what makes me more exciting here is the last one. എന്നെ അത്യധികമായിട്ട് ഉത്സാഹിപ്പിച്ചതായിരിക്കുന്ന എന്നെ ഉത്സാഹപ്പെടുത്തിയ കാര്യം അതിന്റെ അവസാന ഭാഗങ്ങളാണ്. Why is Lord traveling all the way to Tyre and Sidon? സോറിലും സീദോനിലും എന്തിനാണ് കർത്താവ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് കടന്നുപോയത്? Why? എന്തിനു വേണ്ടി? He was in Galilee. You read you come to Mark chapter 7. മാർക്കോസിന്റെ 7-ാം അധ്യായത്തിൽ വരുമ്പോൾ അവൻ ഗലീലയിലായിരുന്നു. Read Mark chapter 7 verse 22 and 23. 22-23 വാക്യങ്ങൾ. മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 24. Before that. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിന്റെയും. Okay, അവൻ അവിടെ നിന്ന് പുറപ്പെട്ട. Where was he? Just read the verse before. ഈ ദോഷങ്ങൾ എല്ലാം അകന്നു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. Okay, there is a conversation going on when he was in the land of Israel, particularly in Judea. Okay, and immediately from there, conversation is happening, I think from 17-18. Before that. And immediately from there he is traveling to Sidon and Tyre. അവിടെ അതിന് മുമ്പ് ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. ആ സംഭാഷണം കഴിഞ്ഞ ഉടനെ കർത്താവ് ഇവിടെ സോറിലേക്കും സീദോനിലേക്കും യാത്ര ചെയ്യുകയാണ്. Verse 24 you read what?
24 വാക്യത്തിൽ നാം എന്താ വായിക്കുന്നത്? Immediately he is traveling to Sidon and Tyre and Sidon, അവൻ right? അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിന്റെയും മതിലിലേക്ക് Now, ചെന്നു. once he's done at 30, read verse 30. 13 13 വാക്യം No, വായിക്കും. 30, 30. 30. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. Okay. Now, read the next verse. അടുത്ത വാക്യം വായിക്കാം. അവൻ വീണ്ടും സോരിന്റെയും അതിർ വിട്ട് സീദോൻ വഴിയായി ദെക്കപോലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. He's again back. അവൻ പിന്നെയും അവിടേക്ക് വരികയാണ്, Galilee. ഗലീലയിലേക്ക്. Now tell me, why did he come at Tyre and Sidon? എന്തിനാണ് സോറിലും സീദോനിലേക്ക് അവൻ യാത്ര ചെയ്തത്? No answer. ആർക്കും ഉത്തരവില്ലയോ? Eh? That's it. കനാന സ്ത്രീയുടെ സൗഖ്യമാക്കാൻ. Was it an accident? അതൊരു യാദൃച്ഛികമായി നടന്നതാണോ? No. Did he know that there is a woman who is going to come? അവന്റെ അടുക്കിലേക്ക് ഒരു കനാന സ്ത്രീ കടന്നു വരുമെന്നുള്ള അവന് മുൻപേ അറിയാമായിരുന്നോ? Yes. അറിയാം. He knew everything. അവനെല്ലാം അറിയാം. And he's traveling just for one woman. ഒരു സ്ത്രീക്ക് വേണ്ടി അവൻ ഇത്രയും ദൂരം യാത്ര ചെയ്തു. My beloved, this is the Lord we follow. നാം പിൻഗമിക്കുന്ന കർത്താവ് ഇങ്ങനെയുള്ള ആളാണ്. He's ready to go to the extent to save to you and to save me. നമ്മൾ ഓരോരുത്തരെയും രക്ഷപ്പെടുവാൻ തക്കവണ്ണം, വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അവന് കൂടുതൽ അവൻ ശ്രദ്ധ കൊടുക്കുന്നവന് യാത്ര ചെയ്യുന്നവനുമാണ്. Philippi chapter 2 ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാം അധ്യായം verses 6 to 9. 6 മുതലുള്ള വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോട് ഉള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. Lord, who was equal to God, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വമുള്ളവൻ came in this world. ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. Why? എന്തിനു വേണ്ടി? For you and for me. നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും. My beloved, this is a Lord we have. അങ്ങനെയുള്ള ദൈവമാണ് നമുക്കുള്ളത്. He is wonderful to be loved. സ്നേഹിക്കുവാൻ കൊള്ളാകുന്നവൻ, അത്ഭുതവാനായിരിക്കുന്നവൻ. He was obedient unto the death on the cross of Calvary. അവന്റെ അനുസരണം ക്രൂശ് വരെയായിരുന്നു. He was ready to give himself. അവനെ തന്നെ കൊടുക്കുവാൻ അവന് മനസ്സായിരുന്നു. This is the Lord we have, my beloved. അങ്ങനെയുള്ള ഒരു കർത്താവാണ് നമുക്കുള്ളത്. And you know what? What amazes me? എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? He was silent. He was able to hear in chaos. He was able to respond a Canaanite woman. അവൻ മൗനമായിരുന്നു. അവൻ കോലാഹലത്തിൽ ശ്രദ്ധിക്കുന്നവനായിരുന്നു. കനാന സ്ത്രീയോട് അവൻ പ്രതികരിച്ചു. He was ready to accept the worship. ആരാധന സ്വീകരിക്കാൻ അവൻ തയ്യാറായിരുന്നു. But same Lord. എന്നാൽ അതേ കർത്താവ്, Read verse 39 of 26. Matthew 26. മത്തായി 26-ന്റെ Matthew 29. 39. 26 verse 39. 26-ന്റെ 39. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ് വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. Do you see his prayer in the garden of Gethsemane? ഗെത്സമനിലെ തോട്ടത്തിലെ ഈ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? What happened? എന്താ സംഭവിച്ചേ? Did heaven response? അവിടെ സ്വർഗം അതിനോട് പ്രതികരിച്ചോ? No. ഇല്ല. The silent of prayer of the Lord was a silent answer from heaven. അവന്റെ നിശബ്ദമായിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിശബ്ദമായ ഒരു മറുപടിയാണ് സ്വർഗത്തിൽ നിന്ന് വന്നത്. When he's dying on the cross of Calvary, ക്രൂശില് അവൻ മരണം അനുഭവിക്കുമ്പോൾ
he's left with no one. ആരും അവനോട് കൂടെ ഇല്ലായിരുന്നു. Even father turned his face away from him. That's what we read. അവനിൽ നിന്ന് പിതാവ് പോലും മുഖം തിരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. In that entire chaos, അത്രമാത്രം പ്രശ്നത്തിന്റെ തീഷ്ണതയിൽ thieves are accusing him. People are mocking at him. Surroundings are laughing at him. അവന്റെ ചുറ്റും ഇരുന്നുകൊണ്ട് എല്ലാവരും ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ, അവന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടവരെ ദുഷിക്കുമ്പോൾ, പടയാളികൾ അവനെ ഉപദ്രവിക്കുമ്പോൾ, in that entire situation, in the full chaos, he is praying unto his father, oh father, oh God, why have you forsaken me? അത്ര തീഷ്ണമായിരിക്കുന്ന അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ പ്രാർത്ഥിക്കുകയാണ്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന്. Do you see any answer? എന്തെങ്കിലും ഉത്തരം അവിടെ ലഭിച്ചോ? No. ഇല്ല. No, my beloved, no. ഒന്നും ലഭിച്ചില്ല പ്രിയപ്പെട്ടവരെ. Why? എന്തുകൊണ്ട്? Because we were in his mind. നമ്മൾ ഓരോരുത്തരും അവന്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ടാണ്. We were in the hearts of the father. അവന്റെ പിതാവിന്റെ ഹൃദയത്തിൽ നമ്മൾ ഓരോരുത്തരും ഉള്ളത് കൊണ്ടാണ്. He had to die. അവൻ മരിച്ചേ മതിയാകുള്ളൂ. He had to die and take all our sins, നമ്മുടെ പാപങ്ങളെ എല്ലാം എടുത്തുകൊണ്ട് വഹിച്ചുകൊണ്ട് അവൻ മരിക്കേണ്ടിയിരിക്കുന്നു. so that he can express his love, അവന്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ, so that father can show to the world, to you and to me, that he loves us. ഈ ലോകത്തിൽ നേർക്കും നിങ്ങളുടെ നേരെയും എന്റെ നേരെയും ആ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് പ്രദർശിപ്പിക്കുവാൻ. This is a God we follow. നാം പിൻഗമിക്കുന്ന ദൈവം ഇങ്ങനെയുള്ളൊരു ദൈവമാണ്. That he loves us. നമ്മളെ സ്നേഹിക്കുന്നവൻ, He is interested in us. നമ്മളെ താല്പര്യമുള്ളവൻ. And my Lord was ready to even go to the cross to die for me. എനിക്ക് വേണ്ടി ആ ക്രൂശിന്റെ ആ മരണത്തിന്റെ അറ്റം വരെയും ചെല്ലുവാനായിട്ട് തയ്യാറായ ഒരു കർത്താവ്. He was ready to take the nails, the spit, the crown of thorns, everything on the cross. അവന് തുപ്പൽ സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നു. ആണികൾ അവന്റെ കൈകളിൽ ഏറ്റു, അതിന് തയ്യാറായിരുന്നു. ആ തലയിൽ മുൾക്കിരീടം വെച്ചു അടിച്ചു, അതിന് തയ്യാറായിരുന്നു. അവൻ എല്ലാം അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ചു. That is the reason he came here for. അതുകൊണ്ടാണ് നാം ഇവിടെ കൂടി He വന്നിരിക്കുന്നത്. traveled all the way from heaven for saving me. എന്നെ രക്ഷിക്കുവാൻ അവനെ സ്വർഗത്തിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് കടന്നു വന്നു. My beloved, പ്രിയപ്പെട്ടവരെ, this is the Lord we have. നമുക്കുള്ള കർത്താവ് ഇങ്ങനെയുള്ളവനാണ്. This is the Lord who travels long distance to show his love. എത്ര ദൂരം വേണേ നമ്മളോട് യാത്ര ചെയ്യുവാൻ തയ്യാറുള്ളവനും സ്നേഹം പ്രദർശിപ്പിക്കുവാനായിട്ട് എന്ത് കാര്യം ചെയ്യുവാൻ തയ്യാറുള്ള ദൈവം. So can we grow in his faith? ആ വിശ്വാസം നമുക്ക് അതുകൊണ്ട് വളരുവാനായിട്ട് കഴിയുമോ? Can we grow from faith to great faith? ലളിതമായ വിശ്വാസം മഹത്തരമായിരിക്കുന്ന വിശ്വാസത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യുവാൻ കഴിയുമോ? Can we depend on him? അവനിൽ ആശ്രമിക്കുവാനായിട്ട് കൂടുതൽ കഴിയുമോ? Can we just from the psychology of a woman, as we heard, from the deep of her, not only on her heart, even in her mind, she was thorough that yes Lord, you alone, no one else has the answer for my daughter. എന്റെ മകൾക്ക് സൗഖ്യം ലഭിക്കുവാൻ, ഉത്തരം ലഭിക്കുവാനായിട്ട് നീ അല്ലാതെ വേറെ ആരുമില്ല എന്നുള്ള ഒരു ആഗ്രഹവും പ്രാർത്ഥനയും അവളുടെ ഉള്ളില്, അവളുടെ മനഃശാസ്ത്രത്തിൽ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. Can we embrace him? Can we say, yes Lord, there is none like you? നീ അല്ലാതെ നിന്നെ പോലെ വേറെ ആരുമില്ല എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയുമോ? Can Lord keep showing me your face? കർത്താവേ, നിന്റെ മുഖം എന്നെ കാണിക്കണമേ എന്ന് പറയുവാനായിട്ട് കഴിയുമോ? I want to enjoy with you. അതെനിക്ക് കണ്ട് ആസ്വദിക്കുവാനായിട്ട് കഴിയുമോ? I want to keep enjoying my life looking at your glorious face. നിന്റെ മഹത്വമുള്ള മുഖത്തെ കണ്ടുകൊണ്ട് ജീവിതം എനിക്ക് ഏറ്റവും ആസ്വാദ്യകരമായി നിൽക്കുവാനായിട്ട് കഴിയുമോ? I know you will not leave me alone. എന്നെ തനിയെ വിടുകയില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. I know you will be with me. എന്നോട് കൂടെ നീ ഉണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. You will be silent, but you will be with me. നീ ഒരുപക്ഷെ മൗനമായിരിക്കും, എന്നാൽ നീ എന്നോട് കൂടെയുണ്ട്. You will be hearing me in all the chaos. എല്ലാ കോലാഹലത്തിന്റെ മധ്യയും നീ എന്നെ കേൾക്കുന്നവനാണ്. I want to enjoy with you. അതെനിക്ക് ആസ്വദിക്കുവാനായിട്ട് കഴിയണം. I want to hold you, Lord. നിന്നെ എനിക്ക് പുറകെ പിടിക്കണം. My beloved, this is what the challenge I want to leave with you. നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയുവാനുള്ള ഒരു വലിയ വെല്ലുവിളി ഇതാണ്. Love him. അവനെ സ്നേഹിക്കുക. God bless you all. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.